നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് നിന്ന് 30,013 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം 5,287, കോഴിക്കോട് 4,317, തൃശൂർ 4,107, മലപ്പുറം 3,684, തിരുവനന്തപുരം 3,210, കോട്ടയം 2,917, ആലപ്പുഴ 2,235, പാലക്കാട് 1,920, കണ്ണൂർ 1,857, കൊല്ലം 1,422, ഇടുക്കി 1,251, പത്തനംതിട്ട 1,202, കാസർഗോഡ് 872, വയനാട് 732 എന്നിങ്ങനെയാണ് ഇന്ന് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,38,190 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.34 UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 41 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,211 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 275 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 32,474 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,167 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 15,505 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 2,66,646 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 12,23,185 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലയിലായി 5,51,133 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 22,726 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. 4,436 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 11 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ 597 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാരുണ്യ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടേതാണ് നടപടി. ആരോപണത്തിൽ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസിലെ നടപടിക്രമങ്ങൾ കോടതി അവസാനിപ്പിച്ചു. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2017 വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 200ഓളം ഫയലുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട്. ആരോപണത്തിൽ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസിലെ നടപടിക്രമങ്ങൾ കോടതി അവസാനിപ്പിച്ചു. അതേസമയം പദ്ധതിയുടെ ഒറ്റത്തവണ സഹായം ഇടനിലക്കാർ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കാരുണ്യ ലോട്ടറിയുടെ മൊത്തം വരുമാനം ചികിത്സാ സഹായമായി നൽകിയില്ല, അനർഹർക്കാണ് കൂടുതൽ സഹായം കിട്ടിയത് തുടങ്ങിയ പരാതികളായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ ധനമന്ത്രി KM മാണി എന്നിവർക്ക് പുറമെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാം, ലോട്ടറി മുൻ ഡയറക്ടർ ഹിമാൻഷു കുമാർ എന്നിവർക്കുമെതിരെയായിരുന്നു അന്വേഷണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് അമേരിക്കയിൽ മാസ്ക് ഉപയോഗത്തിൽ ഇളവ്. ആൾക്കൂട്ടങ്ങളിൽ ഒഴികെ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക സാധാരണ ജീവിതത്തിലേക്കുള്ള ഒരു പടി കൂടെ കടന്നുവെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 2ാം വാരത്തോടെ അമേരിക്കയെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആകുമെന്നാണ് പ്രതീക്ഷയെന്നും ബൈഡൻ അറിയിച്ചു. അതേസമയം ജോ ബൈഡൻ ഭരണകൂടം അമേരിക്കയിൽ 100ാം ദിനം തികയ്ക്കുകയാണ്. അതിനിടെ കോവിഡ് കേസുകളിലും ആശുപത്രിയിലെ രോഗികളുടെ എണ്ണത്തിലും വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മാസ്ക് ധരിക്കുന്നതിനുള്ള CDCയുടെ മാർഗനിർദ്ദേശവും പുറത്തുവന്നു. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 25% കുറവാണ് 2 ആഴ്ച കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യമുയർന്നു. ബഹ്റൈൻ പാർലമെന്റ് ഫസ്റ്റ് ഡെപ്യൂട്ടി അബ്ദുൽ നബി സൽമാനാണ് ആവശ്യമുന്നയിച്ചത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ടോ ട്രാൻസിറ്റ് വിമാനങ്ങളിലോ വരുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. തിരികെ വരുന്ന പൗരന്മാർക്ക് മാത്രം ഇളവ് നൽകണം. രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നിർദ്ദേശമെന്നും പാർലമെന്റ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും അബ്ദുൽ നബി സൽമാൻ പറഞ്ഞു. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ബഹ്റൈനിലേക്ക് വരുന്ന 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എയർ ഇന്ത്യ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന നിബന്ധനയിൽ ഗൾഫ് എയർ ഇളവ് നൽകിയിട്ടില്ല. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 48 മണിക്കൂറിനുള്ളിലെടുത്ത നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. സർട്ടിഫിക്കറ്റിൽ QR കോഡും ഉണ്ടായിരിക്കണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടത്താനിരുന്ന 2020 ലോകകപ്പ് മത്സരങ്ങൾ യുഎഇയിലേക്ക് മാറ്റാൻ ആലോചന. നിലവിൽ ICC ഇന്ത്യയിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ഒക്ടോബർ 18 മുതൽ നവംബർ 13 വരെയാണ് ഇന്ത്യയിൽ 2020 ലോകകപ്പ് നിശ്ചയിച്ചിരുന്നത്. 9 വേദികളുടെ പട്ടിക കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ ക്രിക്കറ്റ് ICCക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനു പിറകെയാണ് കോവിഡ് രണ്ടാം തരംഗത്തിൽ രാജ്യത്ത് പ്രതിസന്ധി രൂക്ഷമായത്. ഇതോടെ IPLൽ നിന്ന് വിദേശ ഇന്ത്യൻ താരങ്ങൾ പിന്മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഓസ്ട്രേലിയയാണ് ആദ്യം ലോകകപ്പിന് വേദി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവിടുത്തെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് മത്സരങ്ങൾ ഈ വർഷം ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചു. 16 ടീമുകളാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. നിരവധി ചർച്ചകൾക്കു ശേഷം പാകിസ്ഥാൻ ടീം ലോകകപ്പിനുണ്ടാകുമെന്ന പ്രഖ്യാപനം വന്നത് കഴിഞ്ഞയാഴ്ചയാണ്. ബാംഗ്ലൂരു, ചെന്നൈ, ധരംശാല, കൊൽക്കത്ത, ഹൈദരാബാദ്, ലക്നൌ, മുംബൈ, ന്യൂഡൽഹി, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലാണ് ഇന്ത്യ ലോകകപ്പിന് വേദിയൊരുക്കുന്നത്. ഈ നഗരങ്ങളിലെല്ലാം നിലവിൽ കോവിഡിന്റെ പിടിയിലാണ്. ഇതിനിടയിലാണ് കോവിഡ് മൂലം മാറ്റിവെച്ച കഴിഞ്ഞ വർഷത്തെ IPL മത്സരം വിജയകരമായി പൂർത്തീകരിച്ച UAE ലോകകപ്പിനു വേണ്ടിയും പരിഗണിക്കാൻ കാരണം. എന്നാൽ ഇത് സംബന്ധിച്ച് ICC ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അടിയന്തര സാഹചര്യമുണ്ടായാൽ വേദി മാറ്റാൻ സജ്ജമാണെന്ന് ICC താൽക്കാലിക CEO ജെഫ് അല്ലാർഡെസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ ആഴ്ച പ്രത്യേക ICC സംഘം ഇന്ത്യയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തുമെന്നും അറിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. മെയ് 15 വരെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ ഓസ്ട്രേലിയയിൽ ഇറങ്ങാൻ അനുവദിക്കില്ല. ഇന്ത്യയിൽ നിന്ന് നേരിട്ടല്ലാതെ എത്തുന്ന വിമാനങ്ങൾ ദോഹ, സിംഗപ്പൂർ, കോലാലംപൂർ എന്നിവിടങ്ങളിൽ തദ്ദേശ സർക്കാരുമായി ഇടപെട്ട് സർവീസ് നിർത്തിവയ്ക്കുമെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അറിയിച്ചു. ഇന്ത്യയിലെ സ്ഥിതി ഹൃദയഭേദകമാണെന്നും എങ്കിലും പൗരന്മാരുടെ സുരക്ഷയെ കരുതിയാണ് ഇത്തരമൊരു തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയയ്ക്ക് പുറമെ കാനഡ, UAE, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പമുണ്ടെന്നും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നതായും മോറിസൺ അറിയിച്ചു. ആവശ്യമായ മെഡിക്കൽ സാമഗ്രികൾ ഇന്ത്യയിലേക്ക് ഓസ്ട്രേലിയ അയച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 500 വെന്റിലേറ്ററുകൾ, 1 ദശലക്ഷം സർജിക്കൽ മാസ്ക്, 1 ലക്ഷം ഗൂഗിൾസ്, 1 ലക്ഷം ജോഡി കയ്യുറകൾ, 20,000 ഫേസ് ഷീൽഡുകൾ എന്നിവയും അയക്കും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. 1 കോടി ഡോസ് കോവിഡ് വാക്സിൻ വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. 70 ലക്ഷം കോവിഷീൽഡും 30 ലക്ഷം കോവാക്സിനുമാകും വാങ്ങുക. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. കൂടുതൽ വാക്സിനായി കേന്ദ്രത്തോട് നിരന്തരം ആവശ്യമുന്നയിച്ചെങ്കിലും കാര്യമായ പ്രതികരണം ഇല്ലാതെ വന്നതോടെയാണ് സ്വന്തം നിലയിൽ വാക്സിൻ വാങ്ങാനുള്ള നടപടികൾ സംസ്ഥാനം വേഗത്തിലാക്കിയത്. മെയ് മാസത്തിൽ തന്നെ 10 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിൽ എത്തിക്കാമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും സർക്കാരിന് ഉറപ്പ് നൽകിയെന്നാണ് സൂചന. ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ സൗജന്യ വാക്സിൻ നേടിയെടുക്കാനുള്ള സമ്മർദ്ദവും സംസ്ഥാനം തുടരും. കോവിഡ് വ്യാപനം അതിരൂക്ഷമായെങ്കിലും സംസ്ഥാനത്ത് ലോക്ഡൌൺ ഉടനെ വേണ്ട എന്ന ധാരണയിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം എത്തിയത്. നിലവിൽ ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മിനി ലോക്ഡൌൺ നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ ദിവസവും നൈറ്റ് കർഫ്യൂവും വൈകിട്ടോടെ കടകൾ എല്ലാം അടയ്ക്കാനും നിർദ്ദേശമുണ്ട്. നിലവിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ എത്രത്തോളം ഫലപ്രദമായെന്ന് വിലയിരുത്തിയ ശേഷം മാത്രം സംസ്ഥാന വ്യാപകമായി ലോക്ഡൌൺ എന്ന സാധ്യത പരിശോധിച്ചാൽ മതിയെന്നാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലെ ധാരണ. രോഗവ്യാപനം അതിതീവ്രമായ സ്ഥലങ്ങളിൽ പ്രാദേശിക ലോക്ഡൌൺ അടക്കം നടപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അനുമതി കൊടുക്കാനും സർക്കാർ തലത്തിൽ ധാരണയായിട്ടുണ്ട്. ഇതോടെ മെയ് 2-ന് തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള ജില്ലകളിൽ ലോക്ഡൌൺ എന്ന കേന്ദ്ര നിർദ്ദേശം തൽക്കാലം നടപ്പാക്കേണ്ട എന്നാണ് കേരളത്തിന്റെ നിലപാട്. അടുത്ത സർക്കാരാവും ഇനി ലോക്ഡൌൺ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സന്ദീപ് നായർക്കും സരിത്തിനും ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ 8 മാസമായി ഇരുവരും ജയിലിലാണ്. അതേസമയം കോഫെപോസെ ചുമത്തിയതിനാൽ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതികളാണ് ഇരുവരും. ഇതിൽ സന്ദീപ് നായർക്ക് കസ്റ്റംസ് കേസിലും NIA കേസിലും ജാമ്യം ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഉത്തർപ്രദേശ് സർക്കാർ സമർപ്പിച്ചു. സിദ്ദിഖാപ്പൻ കോവിഡ് മുക്തനായെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്.
മധുര മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം സിദ്ദിഖാപ്പനെ മധുര ജയിലിലേക്ക് മാറ്റിയെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. സിദ്ദിഖാപ്പന്റെ ആരോഗ്യനില വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖാപ്പൻ കോവിഡ് മുക്തനായെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ ഉത്തർപ്രദേശ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. സിദ്ദിഖാപ്പന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളണമെന്നും ഉത്തർപ്രദേശ് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. സിദ്ദിഖാപ്പൻ ഉത്തർപ്രദേശിലെ മധുര KM മെഡിക്കൽ കോളേജിൽ ദുരിതത്തിലാണെന്നും കാപ്പനെ കട്ടിലിൽ കെട്ടിയിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ വിൽസ് മാത്യൂസ് ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. EMCC ഡയറക്ടർ ഷിജു വർഗീസ് പോലീസ് കസ്റ്റഡിയിൽ. ഗോവയിൽ നിന്ന് ചാത്തന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഷിജു വർഗീസിന്റെ കാർ കത്തിച്ച കേസിൽ 2 പേർ ഇന്ന് രാവിലെ പിടിയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷിജു വർഗീസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വോട്ടെടുപ്പ് ദിനത്തിലാണ് ഷിജു വർഗീസിന്റെ കാർ കത്തിച്ച സംഭവം നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ സംഘാംഗം ബിനുകുമാർ, ഷിജുവിന്റെ മാനേജർ ശ്രീകുമാർ എന്നിവരാണ് രാവിലെ പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിൽ ഷിജു വർഗീസിനും പങ്കുള്ളതായി സൂചനയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷിജു വർഗീസിനെ വിശദമായി ചോദ്യം ചെയ്യും. വിവാദമായ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിക്ക് സംസ്ഥാന സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ട അമേരിക്കൻ കമ്പനി EMCC ഗ്ലോബൽ കൺസോർഷ്യത്തിന്റെ പ്രസിഡന്റാണ് ചെറായി സ്വദേശിയായ ഷിജു M. വർഗീസ്. തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ നിന്ന് ഷിജു വർഗീസ് മത്സരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ജനങ്ങൾ കൂട്ടമായി ആശുപത്രികളിൽ കയറിയിറങ്ങുന്നതാണ് ഇന്ത്യയിലെ കോവിഡ് നിരക്ക് കുതിച്ചുയരാൻ കാരണമായതെന്ന് ലോകാരോഗ്യ സംഘടന. രാജ്യത്ത് രോഗവ്യാപനം കൂടിയതും വാക്സിനേഷനിലുണ്ടായ കുറവും കാര്യങ്ങൾ താളം തെറ്റിച്ചതായും ലോകാരോഗ്യ സംഘടനാ വൃത്തങ്ങൾ അറിയിച്ചു. കോവിഡ് ബാധിച്ചവരിൽ 15% താഴെ പേർക്ക് മാത്രമാണ് ആശുപത്രിയിൽ പരിചരണം ആവശ്യമുള്ളത്. ഹോം ക്വാറന്റീനെ പറ്റിയുള്ള അജ്ഞത കാരണം എല്ലാവരെയും ആശുപത്രിയിലെത്തിക്കുന്ന സ്ഥിതി രോഗവ്യാപനം വർദ്ധിപ്പിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനാ വക്താവ് താരിഖ് ജസാറെവിക് പറഞ്ഞു. അതേസമയം രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ 3,23,144 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2,771 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 1,76,36,307 ആയി ഉയർന്നു. 28,82,204 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. 1,97,894 പേരാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ ക്ഷാമം മൂലം രോഗികളെ കൃത്യമായി ചികിത്സ നൽകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്സിജൻ കിട്ടാതെ നിരവധി പേരാണ് ഡൽഹിയിൽ മരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. പശ്ചിമ ബംഗാളിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 35 മണ്ഡലങ്ങളാണ് 8ാം ഘട്ടത്തിൽ വോട്ട് ചെയ്യുക. നാളത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടിംഗിന് ശേഷം വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയാണ് പോലീസ് പാലിക്കുന്നത്. കോവിഡ് ചട്ടങ്ങൾ കർശനമായി പാലിച്ചാകും വോട്ടെടുപ്പ് നടക്കുക. മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം മെയ് 2-നാണ് പശ്ചിമ ബംഗാളിലും വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണൽ ദിവസം ആഘോഷങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നിർദ്ദേശം നൽകും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ കോവാക്സിൻ ഫലപ്രദമെന്ന് അമേരിക്ക. ഇന്ത്യയിൽ കോവാക്സിൻ സ്ഥിരീകരിച്ച വ്യക്തികളിൽ വൈറസ് നിർവീര്യമാകുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് വാക്സിനേഷനാണ് പ്രധാന പ്രതിവിധി. കോവാക്സിൻ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും കോവിഡിനെതിരെയുള്ള മികച്ച പ്രതിവിധിയാണ് കോവാക്സിൻ എന്നും അദ്ദേഹം പറഞ്ഞു. US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അലർജി ആൻഡ് ഇൻഫെക്റ്റിയസ് ഡിസീസ് ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ ആന്റണി ഫൗജി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെയും സഹകരണത്തോടെ ഭാരത് ബയോടെക് ആണ് ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പരീക്ഷണഘട്ടത്തിൽ 78% ഫലപ്രദമാണെന്ന് തെളിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ലോക്ക്ഡൌൺ വേണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. രാജ്യത്ത് അതിതീവ്ര കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രാദേശിക ലോക്ക്ഡൌൺ എന്ന നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് സംബന്ധിച്ച് കത്തയച്ചിട്ടുണ്ട്. രാജ്യത്തെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരവും സങ്കീർണവുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ലോക്ക്ഡൌൺ വേണമെന്നാണ് ആവശ്യം.
ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളും പ്രാദേശിക ലോക്ഡൌണിലേക്കാണ് വഴിവെക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% കടന്ന ജില്ലകളിൽ ലോക്ഡൌൺ നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ഇത്തരത്തിൽ രാജ്യത്തെ 150 ജില്ലകൾ അടച്ചിടണമെന്നും ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. പ്രാദേശിക ലോക്ഡൌൺ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകൾ എത്രയും വേഗം മറുപടി നൽകണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കേരളത്തിൽ പത്തനംതിട്ട, കൊല്ലം ഒഴികെ 12 ജില്ലകളിലും TPR 15%-ന് മുകളിലാണ്. ലോക്ഡൌൺ വന്നാൽ 12 ജില്ലകൾ അടച്ചിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് ഇന്ന് തുടക്കം. മെയ് 1 മുതൽ ആരംഭിക്കുന്ന വാക്സിനേഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികളാണ് ആരംഭിക്കുന്നത്. രജിസ്ട്രേഷൻ നടപടികൾക്ക് തുടക്കമാകുമെങ്കിലും മെയ് 1-ന് വാക്സിനേഷൻ സാധ്യമാണോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. വാക്സിന്റെ ലഭ്യതക്കുറവാണ് ഇതിന് കാരണം. ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ വാക്സിന്റെ ലഭ്യതക്കുറവ് കൊണ്ട് മെയ് 1-ന് വാക്സിനേഷൻ ആരംഭിക്കാനാകില്ലെന്ന നിലപാടിലാണ്. കേരളം, ആന്ധ്രാപ്രദേശ്, ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ വാക്സിൻ കിട്ടിയില്ലെങ്കിൽ ദൗത്യം തടസ്സപ്പെടും. 2,50,000 ഡോസ് വാക്സിൻ മാത്രമേ സംസ്ഥാനത്തിന്റെ പക്കലുള്ളൂ എന്ന് പഞ്ചാബ് വ്യക്തമാക്കുന്നു. ഇതിൽ 90,000 എണ്ണം 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രണ്ടാം ഘട്ട വാക്സിൻ നൽകാൻ പ്രതിദിനം വേണമെന്നതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ മാത്രം വാക്സിൻ അവശേഷിക്കുന്നിടത്ത് മറ്റ് നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പഞ്ചാബ് വ്യക്തമാക്കി. സമാനമാണ് മറ്റ് സംസ്ഥാനങ്ങളുടെയും നിലപാട്. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾ ചെലുത്തുന്ന സമ്മർദ്ദത്തെ എങ്ങനെ മറികടക്കാം എന്ന ആലോചന കേന്ദ്ര സർക്കാരും വിവിധ തലങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള കേന്ദ്രീകൃത സംവിധാനം അടക്കമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ എന്ന നിർദ്ദേശവുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കൊച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട. കളമശ്ശേരിയിൽ 150 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. വാളയാർ സ്വദേശി കുഞ്ഞുമോൻ, പാലക്കാട് സ്വദേശി നന്ദകുമാർ എന്നിവരാണ് പിടിയിലായത്. പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിക്കവേ കണ്ടെയ്നർ റോഡിൽ വെച്ചാണ് കഞ്ചാവ് പിടികൂടിയത്. ഹൈദരാബാദിൽ നിന്ന് മാങ്ങ കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. സ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മഹാരാഷ്ട്രയിലെ താനെയിൽ ആശുപത്രിയിൽ തീപിടുത്തം. 4 രോഗികൾ മരിച്ചു. താനെയിലെ പ്രൈം ക്രിട്ടി കെയർ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 3:40 സംഭവം നടന്നത്. വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന രോഗികളാണ് മരിച്ചത്. രോഗികളെ രക്ഷപ്പെടുത്താനായി 3 ഫയർ എഞ്ചിനുകളും 5 ആംബുലൻസുകളും സ്ഥലത്തെത്തി. 20ഓളം രോഗികളെ ആശുപത്രിയിൽ നിന്ന് മാറ്റിയതായി പോലീസ് പറഞ്ഞു. ഇതിൽ 6 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഉത്തരവിട്ടു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിലെ തന്നെ പൽഘറിലുള്ള കോവിഡ് സെന്ററിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ 13 പേർ മരിച്ചിരുന്നു. ICUവിലാണ് അന്ന് തീപിടുത്തമുണ്ടായത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് ഇന്നു മുതൽ പോലീസ് പരിശോധന ശക്തമാക്കും. ജില്ലകളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസിന്റെ വാഹന പരിശോധനയും ഉണ്ടാകും. വോട്ടെണ്ണൽ ദിനം തിരക്ക് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് കർശന നടപടികൾ തുടങ്ങുന്നത്. അനാവശ്യ യാത്രകൾ അനുവദിക്കില്ല. അനാവശ്യമായി യാത്ര ചെയ്യുന്നവരെ തടഞ്ഞ് പിഴ ചുമത്തി മടക്കി അയക്കും. മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ആൾക്കൂട്ടം തടയാൻ പെട്രോളിംഗ് ഉണ്ടാകും. ആളുകൾ കൂട്ടം കൂടുന്നതടക്കമുള്ള നിയമലംഘനമുണ്ടായാൽ ബന്ധപ്പെട്ട SHOമാർക്കായിരിക്കും ഉത്തരവാദിത്തം. DGPയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കടക്കം നിർദ്ദേശം നൽകിയത്. അതേസമയം കോവിഡ് ജനിതകമാറ്റം വന്ന വൈറസുകളുടെ വ്യാപനം സംസ്ഥാനത്ത് ഗുരുതര സാഹചര്യമുണ്ടാക്കുമെന്നാണ് ആശങ്ക. രോഗികളുടെ എണ്ണം കൂടുന്നതിനൊപ്പം മരണനിരക്കും ഉയർന്നേക്കും. നിലവിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദങ്ങളിൽ ഇന്ത്യൻ വകഭേദം വന്ന വൈറസാണ് കൂടുതൽ അപകടകാരിയായി വിലയിരുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് കണ്ടെത്തിയ 3 വകഭേദങ്ങളും രോഗവ്യാപനം വർദ്ധിക്കുന്നവയാണ്. സംസ്ഥാനത്ത് പ്രതിദിന കേസുകൾ 32,000-ന് മുകളിലെത്തിയതോടെ ആശങ്ക കടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കണ്ണൂർ ജില്ലയിൽ കോവിഡ് ബാധിതരുടെ നിരക്കിലുണ്ടായ വർധനവ് ആശങ്കപ്പെടേണ്ട നിലയിലാണെന്ന് DMO ഡോക്ടർ നാരായണ നായിക്. രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആശുപത്രികളിലടക്കം ബെഡുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അടിയന്തര നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ജില്ലയിൽ നിലവിൽ 16,458 പേർ വീടുകളിലും 556 പേർ വിവിധ ആശുപത്രികളിലുമായി ചികിത്സയിലുണ്ട്. 934 പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുമാണ്. രോഗികളുടെ നിരക്കിലെ വർധനവ് ജില്ലയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ജില്ലയിലുണ്ട്. രോഗികളുടെ എണ്ണത്തിലെ വർധനവ് ബെഡുകൾക്ക് ക്ഷാമം വരുത്തും.
നിലവിലെ TPR നിരക്ക് 23.58%. തളിപ്പറമ്പിലുള്ള ഒരു CFLTCക്ക് പുറമെ താലൂക്ക് തലത്തിൽ CFLTCകൾ ഉടൻ തുടങ്ങും. നിലവിലെ രീതിയിൽ പോയാൽ ആശുപത്രിയിൽ ബെഡുകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരുമെന്നും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വോട്ടെടുപ്പ് ദിവസം EMCC MD ഷിജു വർഗീസിന്റെ കാർ കത്തിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി. തിരുവനന്തപുരം സ്വദേശിയായ ആളാണ് പിടിയിലായിട്ടുള്ളത്. ഒട്ടേറെ തട്ടിപ്പു കേസുകളിൽ പ്രതിയായ വിവാദ നായികയുടെ സെക്യൂരിറ്റി ഗാർഡായി പ്രവർത്തിച്ച ഒരു കൊട്ടേഷൻ സംഘാംഗമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 4 പേർ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. വോട്ടെടുപ്പ് ദിവസം രാവിലെ 5:30യോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഷിജു വർഗീസിന് സംഭവത്തിൽ പങ്കുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണിതെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രിയും സ്ഥാനാർത്ഥിയുമായ J. മേഴ്സിക്കുട്ടിയമ്മ ആരോപിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകളുടെ വില കുറയ്ക്കണമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും ഭാരത് ബയോടെക്കിനോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് വാക്സിൻ വില കുറയ്ക്കണമെന്ന് മരുന്ന് കമ്പനികളോട് സർക്കാർ നിർദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര വിലയേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് വാക്സിനുകൾ കമ്പനികൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. ഒരേ വാക്സിന് രാജ്യത്ത് 3 വില എന്ന നയം വലിയ പ്രതിഷേധമാണ് സംസ്ഥാനങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഉയർത്തിയത്. ഈ സാഹചര്യത്തിലാണ് വില കുറയ്ക്കാനാകുമോ എന്ന് പരിശോധിക്കാൻ കേന്ദ്രം മരുന്നു കമ്പനികളോട് നിർദ്ദേശിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കും 45 വയസ്സിന് മുകളിലുള്ളവർക്കും മുന്നണി പോരാളികൾക്കും വാക്സിൻ നൽകുന്നത് സൗജന്യമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 18 മുതൽ 45 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ സൗജന്യമായിരിക്കില്ലെന്നാണ് നിലവിലെ പ്രഖ്യാപനം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നടത്തേണ്ട ജനവിഭാഗമാണിത്. ഈ വാക്സിനേഷൻ ഘട്ടത്തിൽ കൊള്ളവില ഈടാക്കിയാണ് മരുന്നു കമ്പനികൾ വാക്സിൻ വിതരണം ചെയ്യുന്നതെന്ന ആരോപണമാണ് ഉയരുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് കോവിഷീൽഡ് ഡോസ് 1-ന് 400 രൂപയ്ക്കും സ്വകാര്യ ആശുപത്രികൾക്ക് ഡോസ് 1-ന് 600 രൂപയ്ക്കും വാക്സിൻ നൽകാനാണ് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാരത് ബയോടെക് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ സംസ്ഥാനങ്ങൾക്ക് 600 രൂപ നിരക്കിലാണ് നൽകുന്നത്. സ്വകാര്യ ആശുപത്രികൾക്ക് ഇത് 1200 രൂപ വരെയും കയറ്റുമതി ചെയ്യുന്ന ഡോസിന് 15 മുതൽ 20 വരെ ഡോളറുമാണ് വില. ഒരേ വാക്സിന് പല വില ഏർപ്പെടുത്തുന്ന നീക്കത്തിനെ പല സംസ്ഥാനങ്ങളും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇത് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള സമയമല്ലെന്നാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. വാക്സിന് പല വില നിശ്ചയിച്ചതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. സംസ്ഥാനം നേരിട്ട് വാക്സിൻ വാങ്ങിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും ഭാരത് ബയോടെക്കിനോടും നിർമ്മിക്കുന്നതിലെ 50% വാക്സിൻ മാത്രമേ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും വിൽക്കാവൂ എന്നും ബാക്കി പകുതി കേന്ദ്ര സർക്കാരിന്റെ നിലവിൽ തുടരുന്ന സൗജന്യ വാക്സിൻ പദ്ധതിയിലേക്ക് നൽകണമെന്നുമാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിനേഷനായുള്ള രജിസ്ട്രേഷൻ നാളെ തുടങ്ങാനിരിക്കുകയാണ്. കോവിൻ ആപ്ലിക്കേഷനിൽ 18 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് സ്വകാര്യ കേന്ദ്രങ്ങളിലെ രജിസ്റ്റർ ചെയ്യാനാകൂ. അതായത് കമ്പനി ഇപ്പോൾ 600 രൂപ വാക്സിൻ ഡോസിന് നിശ്ചയിച്ച സാഹചര്യത്തിൽ അതിൽ കൂടുതൽ ഈടാക്കിയാകും സ്വകാര്യ കേന്ദ്രങ്ങളിലെ വാക്സിനേഷൻ. സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് കമ്പനി വാക്സിൻ നൽകുന്നില്ലെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആരോപിച്ചിരിക്കുന്നു. അതായത് സംസ്ഥാനങ്ങൾ 18 കഴിഞ്ഞവർക്ക് സൗജന്യമായി നൽകുമെന്ന് തീരുമാനിച്ചാലും തൽക്കാലം വാക്സിൻ എടുക്കുന്നവർ സ്വകാര്യ കേന്ദ്രങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. വാക്സിന്റെ വിലയ്ക്ക് പിന്നാലെ ലഭ്യതയുടെ കാര്യത്തിലും കേന്ദ്രത്തിനും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഇടയിലെ ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടെയാണ് വില നിർണ്ണയ കാര്യത്തിൽ ഒടുവിൽ കേന്ദ്രം മരുന്നു കമ്പനികളോട് ഒരു പുനരാലോചന നടത്താൻ അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.